ഏകദേശം ഒരു കൊല്ലം ആവാറായിട്ട് ഈ ബൗൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ തുടങ്ങിയിട്ട് ആ കഥ പിന്നെ പറയാം. ഇപ്പം നമ്മൾ നേരെ കുഞ്ഞിൻ്റെ ആഗ്രഹപ്രകാരം മീനെ മേടിക്കാൻ പോവാണ് ഷോപ്പിലോട്ട്. അവിടെ ചെന്ന് അവൻ്റെ കണ്ണിലുടക്കിയ മീനെന്ന് പറയുന്നത് കളറുള്ള മീനായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണിൽ ഗപ്പിയാണ്, കാരണം ഗപ്പി ആയിരിക്കുമല്ലോ നോക്കാനും എളുപ്പം. അതുകൊണ്ട് ഞാൻ മേടിച്ചത് ഗപ്പിയായിരുന്നേ. അങ്ങനെ ഗപ്പിയും പിടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പിടിച്ചിട്ട് വീട്ടിലോട്ട് വന്ന് ബൗളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഞാൻ പറയാം, ഈ ഒരു കൊല്ലം മുന്നേ നമ്മൾ ഗപ്പി മേടിച്ച സമയത്ത് കുഞ്ഞിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ കേട്ടോ അന്നും മേടിച്ചത്. പക്ഷേ കുഞ്ഞിനെ എങ്ങനെ നോക്കണം, അവൻ തീരെ കൊച്ചായിരുന്നല്ലോ. ഇവനാണെങ്കിൽ നമ്മുടെ കണ്ണ് തെറ്റിയ ആ ബൗളിൽ നിന്ന് മീനെ ഇനി എടുത്ത് പൊക്കുക, വെളിയിൽ വെക്കുക, പിന്നെ ഫിഷ് ഫുഡിനകത്ത് ചെറിയൊരു ഊട്ടയുണ്ടല്ലോ ആ ഊട്ടിലേക്ക് തീ കയറ്റി, ഇതൊക്കെയായിരുന്നു കൊച്ചിൻ്റെ ഹോബി. ഇനി അങ്ങനെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് മേടിച്ചു കൊടുത്തത്. പക്ഷെ അവൻ നോക്കണുണ്ടായിട്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ മീനെ അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക്. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മീനിൻ്റെ അടുത്ത്. അതൊക്കെ കേട്ട് ഞാനും കുറച്ച് നേരം നിന്ന്. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ മീനെ മേടിച്ചിട്ട് ഇതേതുവരെ അവനൊന്നും ചെയ്തിട്ടില്ല. വൃത്തിക്ക് നോക്കുന്നുണ്ട് മാത്രം പുള്ളിക്ക് കൊടുക്കണം, അത്രയും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ബൈ.